എം.വി. ഗോവിന്ദനും എ വിജയരാഘവനും ഇപ്പോൾ അനന്തുവിൻ്റെ വീട്ടിൽ സന്ദർശനം നടന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അനന്തുവിൻ്റെ വീട്ടിൽ ഞങ്ങളുടെ പ്രതി സുഹൈൽ മുഹമ്മദ്. സുഹൈൽ, എപ്പോഴാണ് ഇവരുടെ സന്ദർശനം ഉണ്ടായത്? പറയും. അല്പസമയമാണ് CPIM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനും എ വിജയരാഘവനും ഇപ്പോൾ ഈ അനന്തുവിന്റെ വീട്ടിലെത്തിയിരുന്നത്. നമ്മുടെ അനന്തുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ രാഷ്ട്രീയ വിവാദം ഉയരുന്നതിനിടെയാണ് നേതാക്കളുടെയും ഇനി മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ള മന്ത്രിമാരുടെയും സന്ദർശനം ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ ഭാഗത്തുനിന്ന് ഉയർന്നത് ഇത്തരത്തിൽ മനുഷ്യ വന്യമൃഗ സംഘർഷത്തിന്റെ ഭാഗമായി ഉണ്ടായ രക്തസാക്ഷിയാണെന്നാണ്. ആ ഒരു ഫോക്കസിൽ സർക്കാരിനെതിരെ ഒരു കോർണർ ചെയ്യാനുള്ള ശ്രമം UDF നടത്തുന്നു, രാഷ്ട്രീയ മുതലെടുപ്പ് ശ്രമിക്കുന്നു എന്ന LDFന്റെ ആരോപണത്തിന് പിന്നാലെ എം.വി. ഗോവിന്ദൻ അടക്കമുള്ളവർ ഗൂഢാലോചന കൂടി ഉയർത്തുന്നു. ഇത്തരത്തിലൊരു സംഭവം ഉണ്ട്, അതിൽ ഗൂഢാലോചന ഉണ്ടെന്നൊരു സംശയ ആരോപണമാണ് AK ശശീന്ദ്രന് പിന്നാലെ CPIM സെക്രട്ടറി എം.വി. ഗോവിന്ദനും നടത്തിയിരിക്കുന്നത്. ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ എം.വി. ഗോവിന്ദൻ അനന്തുവിന്റെ വീട്ടിലെത്തി അനന്തുവിന്റെ പിതാവ് സുരേഷിനെ ആശ്വസിപ്പിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ UDF, LDF, NDA സ്ഥാനാർത്ഥികളും ഇവിടെ എത്തിയിരുന്നു. എം.വി. ഗോവിന്ദൻ നേരത്തെ പറഞ്ഞത് ഇത്തരത്തിൽ അനന്തുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ എന്നും പ്രതിയുടെ ഫോൺ കോളുകളടക്കം പരിശോധിക്കണമെന്നും അടക്കമുള്ള ആരോപണങ്ങൾ എം.വി. ഗോവിന്ദൻ നേരത്തെ ഉയർത്തിയിരുന്നു. ഇതിന് ആധാരമാക്കിയിട്ടുള്ളത് അതിനോടൊപ്പം എം.വി. ഗോവിന്ദൻ പറഞ്ഞൊരു കാര്യം, ഇവിടുത്തെ വാർഡ് മെമ്പർ, അദ്ദേഹം ഈ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്, അദ്ദേഹത്തിനും ഇതിൽ പങ്കുണ്ടോ എന്നടക്കം അന്വേഷിക്കണം. കൃത്യമായും ഒരു രാഷ്ട്രീയമാണ് എം.വി. ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നത്. ഇന്നലെ അനന്തുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ മുതലെടുപ്പിന് UDF ശ്രമിക്കുമ്പോൾ ആ ഒരു സംഭവത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്നും അത് LDFനെ അല്ലെങ്കിൽ സർക്കാരിനെ കയറ്റി കാണിക്കാനുള്ള മനഃപൂർവ്വമായ ഒരു ശ്രമമായിരുന്നു എന്നടക്കമുള്ള ഗുരുതരമായ രാഷ്ട്രീയ ആരോപണങ്ങൾ AK ശശീന്ദ്രൻ പിന്നാലെ ഇപ്പോൾ എം.വി. ഗോവിന്ദനും നടത്തിയിരിക്കുന്നു. ഇനി ഈ ഒരു വിഷയം തന്നെയാണ് ഇന്ന് മണ്ഡലത്തിൽ ഏറ്റവും സജീവമായ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ഇനി അനന്തുവിന്റെ കാര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ വീട്ടിലെ ഏക ആൺകുട്ടിയാണ്, ഈ കൂലിപ്പണിക്കാരാണ് അനന്തു അച്ഛൻ. ഈ കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്നു 15 വയസ്സുകാരൻ അനന്തു. വല്ലാത്തൊരു വേദനാജനകമായ ഒരു അന്തരീക്ഷമാണ് ഈ വീട്ടിൽ ആകെ ഉള്ളത്. ഈ അനന്തു വലിയ ആളുകളൊക്കെ അത്യാവശ്യം സംസാരിക്കുന്ന ആളുകൾക്കൊക്കെ പ്രിയപ്പെട്ട ഒരു കുട്ടിയായിരുന്നു, SLC വിദ്യാർത്ഥിയായിരുന്നു. അങ്ങനെ അടുത്ത് തന്നെ ഈ വീടിന്റെ അടുത്ത് ഈ നമുക്ക് വീടൊക്കെ കണ്ടാൽ തന്നെ അറിയുന്നത് പോലെ തന്നെ ഇതൊരു വലിയ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ നേരിടുന്ന ഒരു കുടുംബമാണ്. ഈ അടുത്ത് തന്നെയാണ് അനന്തുവിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ ഉള്ളത്. ഈ അടുത്തുള്ള വീടുകളിലെ സുഹൃത്തുക്കളോടൊപ്പം തന്നെയായിരുന്നു അനന്തു ഇന്നലെ ഈ തോട്ടിൽ മീൻപിടുത്തത്തിനായി ഇറങ്ങിയത്. രക്ഷപ്പെട്ടവർ ഈ അനന്തുവിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും തന്നെയാണ്. നിലവിൽ ഇപ്പോൾ എം.വി. ഗോവിന്ദനും എ വിജയരാഘവൻ അനന്തുവിന്റെ പിതാവിനെ സന്ദർശിക്കുകയാണ്, പിതാവിനെ ആശ്വസിപ്പിക്കുകയാണ്. നേരത്തെ UDF സ്ഥാനാർത്ഥിയും LDF സ്ഥാനാർത്ഥിയും അടക്കം ഇവിടെ എത്തിയിരുന്നു. ആദ്യമെത്തിയ LDF സ്ഥാനാർത്ഥി M സ്വരാജ് ആയിരുന്നു. അദ്ദേഹം ആദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഈ ഇന്നലത്തെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന്റെ ഈ സംസാരിച്ചത് നിക്ഷിപ്ത താല്പര്യങ്ങൾ കൊണ്ട് എന്ത് സംഭവിച്ചാലും അത് സർക്കാരിനെതിരെ ആയുധമാക്കാനുള്ള രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്നായിരുന്നു M സ്വരാജ് പറഞ്ഞത്. എന്നാൽ ആര്യാടൻ ഷൌക്കത്ത് പ്രതികരിച്ച് വന്ന്